കാട്ടാനകളെ തുരത്താനുള്ള ഓപ്പറേഷൻ ഗജ ഊർജിതമാക്കി കാസർഗോഡ് വനംവകുപ്പ്. കർണാടക വനത്തിൽ നിന്നും എത്തിയ ആനകളെയാണ് തുരത്തുന്നത്. കാനത്തൂർ ഭാഗത്ത് ജനവാസ മേഖലയിലെത്തിയ ആനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. പുലിപ്പറമ്പ് സൗരോർജ്ജ വേലി തകർത്തെത്തിയ ആനക്കൂട്ടങ്ങളാണ് വ്യാപക നാശനഷ്ടമുണ്ടാക്കിയത്. കാനത്തൂരിലെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. കുണ്ടൂച്ചി, എരഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ വാഴത്തോട്ടങ്ങളും തകർത്തു. വീട്ടുപറമ്പിൽ ആനകളെത്തിയതോടെ ഭീതിയിലാണ് ആളുകൾ. ഇക്കൊല്ലം വേനൽക്കാലത്തും വന്നു, ഇപ്പോൾ മഴക്കാലത്ത് അധികമായിട്ട് വരുന്നുണ്ട്. എല്ലാം കർണാടകത്തിൽ നിന്ന് വരുന്ന ആനകൾ എല്ലാം ഇവിടെ തന്നെ തമ്പടിച്ച് ഇവിടെ തന്നെ കൃഷി കംപ്ലീറ്റ് നശിപ്പിക്കുന്നതല്ല. ഇപ്പോൾ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ബുദ്ധിമുട്ടുണ്ട്. തോട്ടത്തിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്, വാഴയുടെ ഇടയിൽ എവിടെ നിന്നിട്ടുണ്ടെന്ന് അറിയുന്നില്ലല്ലോ. കൃഷിക്കാർ ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് എല്ലാ മൃഗത്തുമുണ്ട്. കാട്ടുപോത്ത്, പന്നി, ആന എല്ലാം വ്യാപകമായിട്ട് വന്ന് നശിപ്പിക്കുന്നുണ്ട്. കൃഷിക്കാർക്കൊരു ജീവിക്കാനുള്ള മാർഗമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. 5 ആനകൾ കർണാടക അതിർത്തി കടന്നെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ വനംവകുപ്പിന് 3 എണ്ണത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. മുഴുവൻ ആനകളെയും തുരത്താൻ വനംവകുപ്പ് ശ്രമം ആരംഭിച്ചു. പുലിപ്പറമ്പ് അതിർത്തി കടത്തിവിടാനാണ് ശ്രമം. വനംവകുപ്പ് വാച്ചർമാർക്ക് കൂടുതൽ ആയുധവും നൽകിയിട്ടുണ്ട്. സോളാർ വേലികൾ പലയിടത്തും അപൂർണമാണ്. സോളാർ ഫെൻസിങ് അപൂർണ്ണമാണ്. സോളാർ ഫെൻസിങ് 20 കിലോമീറ്റർ ഉള്ളിടത്തേക്ക് ഒക്കെയാണ്. പക്ഷേ സോളാർ ഫെൻസിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും കൂടിയിട്ട് ആന വരുന്നത്. വൈദ്യുതി ഉണ്ടെന്ന ഒരു മുന്നറിയിപ്പ് ബോർഡാണിത്. വനാതിർത്തിയിൽ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ കടന്നു വരാതിരിക്കാനുള്ള സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട ബോർഡ്. പക്ഷേ കാസർഗോട്ടെ പല മേഖലകളിലും ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും സോളാർ ഫെൻസിങ് പൂർണ്ണമായും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടന്നുകൊണ്ടാണ് കാട്ടാനകളടക്കം എത്തിച്ചേരുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് പനിമടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.